നമസ്കാരം. അമ്മേ മഹാകാളി. ഇന്നത്തെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ഡമരുനാഥൻ എന്ന എൻ്റെ ചാനലിലൂടെ ഞാൻ പറയുന്നത് ഒരു ഉണ്ടായ സംഭവമാണ്. ഇതുവരെ പറഞ്ഞിട്ടുള്ളതൊക്കെ അങ്ങനെയാണ്. നമ്മൾ അധികം കുടിപ്പും തൊങ്ങലൊന്നും കൂട്ടലില്ല. സത്യമായിട്ടാണ് ഇതുവരെ ബോധിപ്പിച്ചിട്ടുള്ളൂ. എൻ്റെ ഒരു ഏട്ടൻ, അതല്ല എന്നുണ്ടെങ്കിൽ ആ ഏട്ടൻ്റെ സ്ഥാനം, അതായത് ഞങ്ങൾ പണ്ട് മുതലേ വളരെ അടുത്ത് കഴിഞ്ഞിരുന്നൊരു കുടുംബമാണ്. എന്ത് കാര്യങ്ങൾക്കും അവരുടെ അച്ഛനായിട്ടും എൻ്റെ അച്ഛനായിട്ടുമൊക്കെ ഒരുപാട് ബന്ധമുള്ളത്, നമുക്ക് വേണ്ടപ്പെട്ടൊരു കുടുംബമാണ് എന്നർത്ഥം. എൻ്റെ ഈ വീട് പണികൾ ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. വീട് പണിയുടെ ഫുള്ള് പടവുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹം നല്ലൊരു വ്യക്തിയായിരുന്നു, നല്ലൊരു ചെറുപ്പക്കാരൻ. അപ്പോൾ എനിക്കിത് മാതിരി എന്തെങ്കിലും എനിക്ക് വേണ്ടപ്പെട്ട വ്യക്തികൾക്ക് വല്ല അപകടങ്ങളും വരുന്നുണ്ടെങ്കിൽ എനിക്കത് അറിയാൻ കഴിയും. അപ്പോൾ അദ്ദേഹം ഒരു ലേശം ബുദ്ധിമുട്ടിയ അവസ്ഥയിലായിരുന്നു. ഞങ്ങളിങ്ങനെ എപ്പോഴേലും കാണുള്ളൂ. ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലിക്ക് എന്നെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ഞാൻ പോകലുണ്ടാവില്ല. അപ്പം പടവ് ജോലികൾക്ക് അങ്ങനെയുള്ള ഒരാളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു ദർശനം ഇങ്ങനെ കിട്ടിത്തുടങ്ങി. മഹാകാളി ഭദ്രകാളിയമ്മ പ്രത്യക്ഷത്തിൽ വന്നിട്ട്. അപ്പോൾ ഞാനതിങ്ങനെ കൂടുതൽ ആരാഞ്ഞു. ഞാൻ അവരുടെ കുടുംബത്തിലെ ഒരാളോട്, എൻ്റെ ഒരു സുഹൃത്താണ്, ഞാൻ അങ്ങനെ സൂചിപ്പിച്ചു, എടാ ഇന്ന ആൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം കാണുന്നുണ്ട്, അയാളുടെ ഒരു പ്രശ്നം ഒന്ന് ഭേദമാക്കി കൊടുക്കണം, ഞാൻ അതിന് കഴിഞ്ഞിട്ടാണ് ഞാൻ വേറൊരു കാര്യത്തിലേക്കാണ് ചിന്തിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വ്രതവും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്നു. പിന്നെ അതിശക്തമായിട്ട് പിന്നെയും അമ്മ പ്രത്യക്ഷത്തിൽ വന്നു. അപ്പോൾ ഗൗരവത്തിലുള്ള കാര്യമാണ്. എൻ്റെ വീട്ടിൽ ആരും ഉണ്ടാവില്ല. അമ്മ രാവിലെ ജോലിക്ക് പോകും. ഇതുമാതിരി ഒരു പെണ്ണെടുക്കാൻ പറഞ്ഞു ഭദ്രകാളി ദേവി. പെണ്ണെടുത്തു, ഒരു ലെറ്റർ പേഡ് എടുത്തു, ചിത്രം വരയ്ക്ക് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു പെണ്ണെടുത്തു, ചിത്രം ഇങ്ങനെ വരച്ചു കഴിഞ്ഞപ്പോൾ അതൊരു വലിയൊരു മനുഷ്യൻ്റെ രൂപമായിട്ട് അത് ഞാൻ അങ്ങനെ സൂക്ഷിച്ച് നോക്കൂ എന്നുള്ള ഒരു കൽപ്പനയായി. പിന്നെ സൂക്ഷിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാല്, ആ ആൾ രൂപത്തിലൊരു കാലില്ല. സൂക്ഷിച്ച് നോക്കൂ പറഞ്ഞു. അപ്പോൾ എനിക്കിത് ആദ്യമായിട്ടാണ്, ഞാനൊരു ഭയത്തോടെ ചെയ്യണ കാര്യമാണ്. ഞാനതിങ്ങനെ നോക്കി. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് ആദ്യം കിട്ടിയെന്ന് തന്നെ പറയാമല്ലോ. അതൊരു അരൂപിയായിട്ട് ഒരു മനുഷ്യരൂപത്തിൽ. എന്നിട്ട് വൈകിട്ട് വന്നു. എൻ്റെ അമ്മയ്ക്ക് അങ്ങനത്തെ കാണുന്നത് ഭയമാണ്. ഞാനൊരു പെന്നും പേപ്പറും എടുത്ത് വരയ്ക്കണത് തന്നെ അമ്മയ്ക്ക് ഭയം. അത്രയും വലിയ ബാധാദോഷങ്ങൾ വന്നു കഴിഞ്ഞാലാണ് ഞാനത് എടുക്കുക തന്നെ ഉള്ളൂ. എന്നിട്ട് അമ്മയ്ക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ഞാൻ ഇങ്ങോട്ടൊക്കെ നോക്കൂ, ഇതൊരു ഇതാണ്. അപ്പം അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. ഒരാളാണ്, ഒരു കരടിയുടെ രൂപമാണ്, അങ്ങനെ പലതും തോന്നും. അപ്പം അത് ഒരു കാല്, ഞാൻ ഉദ്ദേശിച്ച സംഗതി തന്നെ. നിർഭാഗ്യവശാൽ ആൾക്ക് ജീവഹാനിയൊന്നും ഉണ്ടായില്ല. അദ്ദേഹം മൂകാംബിക ദർശനത്തിന് പോകാറുണ്ട്. ഓടുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വണ്ടി സ്റ്റോപ്പിൽ നിർത്തി വെക്കുമ്പോൾ അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. വെള്ളം എന്തോ വാങ്ങാൻ പോയി, പ്ലാറ്റ്ഫോമിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ അടിയിലേക്ക് പോയി. ഒരു കാല് നഷ്ടമായി അദ്ദേഹത്തിൻ്റെ. ഈശ്വരാധീനം കൊണ്ട് ജീവഹാനി സംഭവിച്ചില്ല എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ മുന്നേ അദ്ദേഹം വീട്ടിൽ വന്നു. അദ്ദേഹം ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിത് മാതിരി അദ്ദേഹത്തിന് ഒരു ചെറിയൊരു മന്ത്രോപദേശം കൊടുത്തു. ഇങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇത് ജപിച്ചോളുണ്ട് നിങ്ങൾ, ബാക്കിയുള്ളത് പിന്നെ ഞാൻ ഇയാളെ കണക്കൂട്ടിയിരിക്കുകയാണല്ലോ, ബാക്കിയുള്ളത് ഞാൻ എന്ത് വരുന്നുണ്ട് വെച്ചാൽ ഞാൻ ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞു. ദേവി എനിക്ക് പ്രത്യേക ദ്രവ്യങ്ങൾ പറഞ്ഞു തന്നു. ആ ദ്രവ്യങ്ങൾ കൊണ്ട് ഞാൻ ഇവിടെ ഒരു അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പേരൊക്കെ എനിക്കറിയാം. ഞാൻ അതിൽ പൂജ ഇവിടെ ചെയ്തു തുടങ്ങി. 1 2 ഒന്നല്ല, ഒരുപാട്. അങ്ങനെയാണ് ചില ബാധകൾ, ഒരു അത്രയും തീവ്രമായൊരു ബാധ, അതായത് ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ തുനിഞ്ഞ മാതിരി.
അപ്പോൾ ദൈവം സഹായിച്ചിട്ട് ഇപ്പം ആൾക്ക് കുഴപ്പമില്ല. അപ്പോൾ സുന്ദരമായിട്ടിരിക്കണം. ഇനി എന്ത് കാര്യത്തിനും ഉഷാറായിട്ട് ഇറങ്ങാൻ കഴിയട്ടെ എന്ന് വിചാരിക്കണം. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായൊരു കാര്യം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ദേഹത്ത് വന്നത് ഞാനെപ്പോഴും പറയാലോ, നരസിംഹരൂപത്തിലാണ്, ആ ഒരു രൂപത്തിലാണ് വന്നത്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ടിയൊക്കെ വന്നു. പക്ഷെ എന്താണെങ്കിലും നല്ലൊരു മര്യാദയുള്ള വ്യക്തിയാണ് എങ്ങനെയാണെങ്കിലും. അങ്ങനെ അത് ഒഴിവായി. ഇനി അദ്ദേഹത്തിന് പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒന്നിക്കൊരു 4 എണ്ണം ഇത് എപ്പോഴും കിട്ടുന്ന അവസരമല്ല. ഒരു 4 എണ്ണം ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. 4 5 ഒക്കെ. അതിൽ ഏറ്റവും തരക്കേടില്ലാത്തത്, അതായത് ഒരു കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ഇങ്ങനത്തെ വിഷയം ഉണ്ടാവുള്ളൂ, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വേറെ ഒന്ന് വന്നിരുന്നു, അത് ഞാൻ കൈകാര്യം ചെയ്ത് വിട്ടു. അത് ഒരു വൃത്തികെട്ട, അതായത് നമുക്ക് പുറത്ത് പറയാൻ കൂടിയും പറ്റില്ല, അത്രയും വൃത്തികെട്ടൊരു ദുർദേവതാരൂപമായിരുന്നു ആ വ്യക്തിയുടെ ശരീരത്തിൽ. കാരണം എനിക്ക് ഇന്നെ കാണാൻ വരുമ്പോൾ തന്നെ എനിക്കറിയാം. ഞാൻ അതുകൊണ്ട് ഇവിടെ മലങ്ങിയായിരുന്നു. ഞാൻ അയാളെ പേടിച്ചിട്ട്, കാരണം ഞാൻ 1-2 മന്ത്രജപങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നടക്കണില്ല, എത്തണില്ല. അപ്പം അത് നിർത്തിയിട്ട് അത് പോരാ, അതിന് ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പുസ്തകം തേടി പിടിച്ച് പിന്നെ ആ മന്ത്രജപങ്ങൾ തുടങ്ങി അതിൻ്റേതായ ദേവി ഉപാസനകളും കാര്യങ്ങളും ദേവി പൂജകളും കാര്യങ്ങളൊക്കെ വേണ്ടി ചെയ്തു നോക്കുമ്പോഴാണ് അതിനൊരു ശമനമായത്. അത് ബാധിച്ചു നോക്കുമ്പോൾ സത്യം പറയാലോ, എനിക്കിതൊക്കെ എറിഞ്ഞിട്ട് എൻ്റെ വീടും കൂടി അടച്ചിട്ട് ആ ബാധേനെ പേടിച്ചിട്ട് എനിക്ക് എവിടെയെങ്കിലും പോയി ഇരുന്നാൽ മതി എന്നുള്ള അവസ്ഥയാണ്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോയി ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ മുന്നിൽ നമ്മളൊന്നും അല്ലാതെ ഇരുന്നിട്ടുണ്ട്. ഇനി പിന്നെ സഹായിക്കാൻ ആരുമില്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, താനിപ്പോൾ ജപിക്കണ മന്ത്രമോ ഇപ്പോഴത്തെ ഇതോ പോരാ, അത് വേറൊരു വിധാനം, ഇതൊരു വേറെ വിധാനം. അപ്പോൾ കൂടുതൽ പഠിക്കുകയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇത് കാര്യങ്ങൾ കയ്യിൽ കിട്ടണം. വേറെ മന്ത്രങ്ങൾ, മൂലമന്ത്രങ്ങൾ വേണ്ടി വന്നു, വേറെ ക്രിയകൾ വേണ്ടി വന്നു എനിക്ക്. ആ കാര്യം ഞാൻ ഇനി അടുത്തൊരു എപ്പിസോഡിൽ, അടുത്തൊരു വീഡിയോയായിട്ട് പങ്കുവയ്ക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. ഇതൊരു ഭയങ്കര ഇടങ്ങേറ് പിടിച്ച കാര്യമാണ്. കാരണം ഞാൻ എപ്പോഴും പറയാലോ, ചിത്രം വരയ്ക്കുന്നത് നമ്മൾ നല്ലൊരു കലാകാരനായിട്ട് വരയ്ക്കില്ല. ഒരു പെന്നും പേപ്പറും എടുത്ത് ഞാൻ കാര്യമായിട്ട് ടേബിളിൽ ഇരുന്നപ്പോഴും എൻ്റെ അമ്മയ്ക്ക് പേടിയാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്യണതല്ല, കാളിക ഭദ്രകാളി ദേവിയുടെ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയണു. അതിന് വേണ്ട ക്രിയകൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ തീവ്രത കുറയണു മാത്രം. തീവ്രത കുറഞ്ഞിട്ട് പുതിയൊരു ജീവിതം അതന്നെ അവർക്ക് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ പോലെ ഒരു അംഗോ ബാങ്കോ ഇല്ലാത്ത ഒരാളുടെ ഒരു നഷ്ടപ്പെടലാണ് നമ്മൾ കാണുന്നത് മുൻകൂട്ടിയിട്ട് തന്നെ. അപ്പോൾ എല്ലാവരോടും ഞാൻ എപ്പോഴും പറയലുണ്ട്, കളിയും തമാശയൊന്നും ആവില്ല, അത് എല്ലാ കാര്യങ്ങളാണ്. പിന്നെ എല്ലാം നേടി കഴിഞ്ഞിട്ട് എനിക്ക് ദൈവമല്ല, വിശ്വാസമല്ല, ഒക്കെ എൻ്റെ മാൻ പവർ തന്നെയാണെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾ ഇതിൻ്റെ അടിയിലേക്ക് വന്നിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ പല ധിക്കാരമൊക്കെ ആയിട്ട് പോകണവരുണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്നും നമ്മൾ നല്ല വഴിക്കാക്കാനൊന്നും നമ്മളാളല്ല. നമുക്കങ്ങനെ കുറച്ച് ആളുകളുണ്ട്, അവർക്ക് നമ്മളെ പറ്റി അറിയാം. അപ്പോൾ നമ്മളൊരാളുടെ മേലൊരു വിശ്വാസം അടിച്ചേൽപ്പിക്കണമില്ല. മനസ്സിലായില്ലേ? ഇന്നത് വിശ്വസിക്കുക, ഇന്നത് ചെയ്യുമെന്ന് പറയണമെന്നില്ല. ഇത് ഭദ്രകാളി ദേവി സാക്ഷ്യം വഹിച്ചൊരു കാര്യമാണ്. അപ്പോൾ നല്ലൊരു ദിവസം പ്രതിദാനം ചെയ്ത് എല്ലാവർക്കും നന്മ വരട്ടെ. ഓം ശബരിഗിരീശായ നമഃ. എല്ലാവരും എന്താ ഞാൻ പറയാം.